റീലെന്ന് പറഞ്ഞിട്ട് യജാതി മുതലെടുത്ത് വെച്ചേക്കുന്നത് കഴിക്കുന്നത് കാണാനാ. അതും 2 ദിവസം പട്ടിണി കിടന്നിട്ട്. പണ്ട് ജൂൺ മാസത്തിന്റെ മഴക്കെടുതിയിൽ കപ്പ കൃഷി നശിച്ചപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ ഗതിയില്ലാതെ പപ്പടം വിൽക്കാൻ പോണ തൊട്ടടുത്ത വീട്ടിലെ ദീപചേച്ചിയുടെ വീട്ടുമുറ്റത്ത് വലിയൊരു മുരിങ്ങാമരം ഉണ്ടായിരുന്നു. അവരറിഞ്ഞു അറിയാതെയൊക്കെ അതിലെ ഇലയൊക്കെ പറിച്ച് അതിനെ കെട്ടിപ്പിടിയാക്കി ഞങ്ങൾ വിൽക്കാറിറങ്ങി. എനിക്ക് വിഷമമാവെന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് വിചാരിച്ചിട്ടോ പല ആഗ്രഹങ്ങളും അവൾ ഉള്ളിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു. അല്ലെങ്കിൽ ഒന്നും സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഒരു ദിവസം അവൾക്ക് ചുട്ടുപൊള്ളുന്ന പനി വന്നു. വിശക്കമുണ്ടോടി? വെറും ചൂടുവെള്ളവും നനഞ്ഞൊരു കീർത്തുണിയും മാത്രമായിരുന്നു ഏക ആശ്വാസം. മരുന്നിന് പോയിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ ആരോഗ്യം കൂടുമെന്ന് പറഞ്ഞ് ഈ മുരിങ്ങയില വിറ്റ് കിടന്ന ഞങ്ങളുടെ ആരോഗ്യം ദിനം പ്രതി ക്ഷയിച്ചത്. അന്ന് ഞാൻ തീരുമാനിച്ചു, സഹതാപം. അവന്റെ ഫാമിലിക്ക് വേണ്ടി അവൻ തിരഞ്ഞെടുത്ത വഴി. കൈനീട്ടി ഇരക്കായ ആക്ടിങ് അല്ലേ. കണ്ണി കണ്ടവരോടൊക്കെ കെഞ്ചി കാല് പിടിച്ചു. ഏതൊരു ഒറിജിനാലിറ്റി നടപ്പൊക്കെ നോക്കി. അങ്ങനെ ആ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചം വീണു. അവളുടെ കണ്ണിലും ഒരുപാട് നാളിന് ശേഷം എന്റെ ഗീതുവിന്റെ ചുണ്ടിൽ ഞാൻ ചിരിയാണ്. ഞാനും അറിയാതെ ഒരുപാട് ചിരിച്ചു. വളരെ ചെറുതാണെങ്കിലും അവൾ കൊതിച്ചത് ഞാൻ സാധിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഒരു സാധാരണ ബിരിയാണി, പക്ഷെ ഒരു കുഞ്ഞിനെ പോലെ അവളത് ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോ എന്റെ തൊണ്ടയിലെന്തോ കുടുങ്ങിയ പോലെ. അന്ന് തോന്നി വികാര സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയില്ല. മനസ്സ് നിറഞ്ഞുള്ള ആ ഒരു ബിരിയാണി. പക്ഷെ ഞങ്ങളുടെ മനസ്സും വയറും അന്ന് അത്രയ്ക്ക് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കും അറിയില്ല. രണ്ടാളും അഭിനയിക്കില്ല, ആരോടും പരിഭവവും ഇല്ല.